പുതിയ നിയമത്തിലെ മാനസാന്തരം എന്ന ആ ചിന്ത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ പറയുന്ന മാനസാന്തരം എന്ന പദത്തെ നമ്മൾ അറിയണം. പുതിയ നിയമത്തിൽ മാനസാന്തരം എന്നുള്ളതിന് സാധാരണ ബൈബിളിൽ ഉപയോഗിക്കുന്ന മൂലപദം മെറ്റാനോയിയാണ്. മെറ്റാനോയിയ. ആ മെറ്റാനോയിയ എന്ന് പറഞ്ഞാൽ ഞാൻ ധരിച്ചിരിക്കുന്നത് പോലെ വെള്ളയും ധരിക്കുക എന്നുള്ളതല്ല. മെറ്റാനോയിയ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുക എന്ന്. പശ്ചാത്തപിക്കുക, ദുഃഖിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് കൃത്യമായി ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കാണ്. 2 കൊരിന്ത്യർ ലേഖനം 7-9 വാക്യം. അവിടെ വായിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ചതിനാൽ അത്രേ. അപ്പോ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുന്നതല്ല മാനസാന്തരം. ദുഃഖത്തിൽ നിന്നുളവായി വരുന്നതാണ് മാനസാന്തരം. അതവിടെ പറയുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ചതിനാൽ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നലകളിൽ സംഭവിച്ച പരാജയങ്ങൾ, ഇന്നലകളിൽ ഭവിച്ചുപോയ പാപങ്ങൾ, ഇന്നലകളിൽ ചെയ്തു പോയ സ്തോത്രം ചില കാര്യങ്ങൾ, അത് ചെയ്തു പോയി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ദുഃഖം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതാണ് മെറ്റാനോയിയ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദുഃഖമാണ് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എന്ന് പറയുന്നത്. വചനം കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്നത് ഈ വിധ ദുഃഖമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പ്രസംഗം കേട്ടിട്ട് ചിരിച്ചെന്റെ ഇടപാട് തീർന്നു. നമ്മളിപ്പോ പ്രസംഗം കേൾക്കാൻ പോകുന്നത് ചിരിക്കാനാണ്. എന്താ ചിരിയായിരുന്നെന്നറിയോ? ചിരിച്ച് ഞങ്ങളുടെ ഇടപാട് തീർന്നു. സുവിശേഷ പ്രസംഗത്തിന്റെ ഒരൊറ്റ ഇടങ്ങളിൽ പോലും ബൈബിളിൽ ചിരിച്ചു എന്ന് കാണുന്നില്ല. ചിരിച്ചിരിക്കാം, പക്ഷെ ചിരി അല്ലായിരുന്നു മെയിൻ, കരച്ചിലായിരുന്നു. ഹല്ലേലൂയ. പലരും കരയുകയായി. ദൈവത്തെ മുഖാമുഖമായി കണ്ട ഇടത്തെല്ലാം കരച്ചിലുണ്ടാകി. പഴയ നിയമത്തിൽ 2-3 സംഭവങ്ങൾ തരാം. യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കണ്ടു. അവിടെ ഒരു ഭയങ്കര അറ്റ്മോസ്ഫിയർ. ഹോളി 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 എന്ന് സെറാഫുകൾ ഒരുത്തനോട് ഒരുത്തൻ പറയുകയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവർ ആർത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുന്നു, ആലയം പുക കൊണ്ട് നിറയുന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ കാഴ്ച. ഈ കാഴ്ച കണ്ടപ്പോൾ ഈ മനുഷ്യൻ നിലവിളിക്കുന്ന, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. ദൈവത്തെ കണ്ടതാ. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ്, പുള്ളിക്ക് എന്തെങ്കിലും പാപം ഉണ്ടായിരുന്നു? ഇല്ല. ദൈവത്തിന്റെ പരിശുദ്ധിയുടെ കാഴ്ചയുടെ മുൻപിൽ താൻ പോരാ എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മളെല്ലാം നമ്മുടെ വിശുദ്ധി അളക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരുവനുമായിട്ടാണ്. നോ നോ നോ, നമ്മൾ അടുത്തൊരുവനുമായിട്ടല്ല വിശുദ്ധി അളക്കേണ്ടത്, ദൈവവുമായിട്ടാണ്. ഒരാമയും പറഞ്ഞാട്ടെ, ദൈവവുമായിട്ട്. ദൈവത്തെ കാണണം. യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ അവിടുത്തെ വിശുദ്ധിയുടെ കാഴ്ചയുടെ മുൻപിൽ അറിയാതെ നിലവിളിച്ചു പോയി, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. ഇതാണ് മാനസാന്തരം. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യോബ് പറയുന്നുണ്ട്, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. യോബ് എന്താ കാര്യം? 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പൊ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ യോബ് പറയും, ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ദൈവത്തെ കണ്ടതാ. ദൈവത്തെ കണ്ടപ്പോൾ അടുത്തവര് പെഗ്ഗൂടടിക്കാൻ തോന്നുകയല്ല. ദൈവത്തെ കാണുമ്പോൾ തന്നെത്താൻ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്ന ലെവലിലേക്ക് കാര്യം തിരിയുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇതാണ് മാനസാന്തരം.
അതാ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പശ്ചാത്താപമുണ്ട്, ദുഃഖമുണ്ട്. ഹല്ലേലൂയ. ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഭയങ്കര സംഘർഷം ഉണ്ട്. അതാണ് മാനസാന്തരം. ഇനിയും ഈ പുതിയ നിയമത്തിന്റെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്കും മറ്റും വരുമ്പോ സ്തോത്രം, മാനസാന്തരത്തെ വളരെ കാര്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. മത്തായി സുവിശേഷത്തിന്റെ പ്രഥമ ഭാഗത്തും അത് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 4:17 നോക്കിക്കേ. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ആ വാക്ക് കണ്ടോ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. അവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം നടത്തുന്ന ആത്മീക ഭരണമാണ്. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ രാജ്യം ഐഹികമല്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഒരു ഐഹിക രാജ്യമല്ല യേശു കർത്താവ് ഈ മണ്ണിൽ സ്ഥാപിച്ചത്. പിന്നെ എന്റെയും നിങ്ങളുടെയും അകത്ത് ഒരു ദൈവിക ഭരണമാണ്. നമ്മൾ ഈ കർത്താവ് എന്ന് പറയത്തില്ല, എല്ലാവരും കൂടെ ഒന്ന് പറയാമോ? കർത്താവ്, ലോഡ്. ലോഡ് എന്ന് പറയുമ്പോൾ കുരിയോസ്, കുരിയാക്കോൺ എന്നൊക്കെ നമുക്ക് വിളിക്കാം. കുരിയോസ് എന്ന് പറഞ്ഞാൽ യജമാൻ, ഉടമസ്ഥ, അധികാരി, കർത്താവ് എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോ, എന്റെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവ് എന്ന് സ്വീകരിക്കുമ്പോ, അതിന്റെ അർത്ഥം യേശു എന്റെ യജമാനനാണ്, യേശു എന്റെ അധികാരിയാണ്, യേശു എന്റെ ഉടമസ്ഥനാണ്. എന്റെ അപ്പന്റെ പേര് ജോൺ മാത്യു എന്നാണ്. എന്റെ അപ്പന്റെ പേര് മത്തായി ജോർജ് എന്നാണ്. മത്തായി ജോർജിന്റെ മകൻ ജോൺ മാത്യു, ജോൺ മാത്യുവിന്റെ മകൻ റെജി മാത്യു, റെജി മാത്യുവിന്റെ മകന് ഒരു മാത്യു ആണ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശു എന്റെ മകന്റെ കർത്താവാകത്തില്ല കേട്ടോ. യേശു എന്റെ മകന്റെ കർത്താവാകണമെങ്കിൽ എന്റെ മകൻ യേശുവിനെ കർത്താവായിട്ട് റിസീവ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയാം, ഞാന് ചാക്കോച്ചന്റെ മോനാണ്, മത്തായിച്ചന്റെ മോനാണ്, തോമാച്ചാന്റെ മോനാണ്, അതുകൊണ്ട് യേശുവിന്റെ കർത്താവാണ്. അല്ലല്ല, നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയണം. യേശുവാണ് എൻ്റെ കർത്താവെന്ന് വ്യക്തിപരമായി ഹൃദയത്തിനകത്തേക്ക് റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് ഭയങ്കര കേട്ടോ. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. അതുവരെ ഭരിച്ചു മുടിച്ച സകല പൈശാചിക മണ്ഡലങ്ങളും ആ ഒരൊറ്റ മാത്രയിൽ വിട്ടുമാറുകയാണ്. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുരന്തങ്ങൾ കൊടികുത്തി വാഴുന്ന വീടുകളെ എനിക്കറിയാം. ദുരന്തങ്ങൾ കൊടികുത്തി വാഴുന്ന വീടുകൾ. ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ സാഹചര്യം എന്നോട് പറയുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഒരു പട്ടണത്തിൽ സാമാന്യം നല്ല നിലയിൽ വന്ന ഒരു ബിസിനസ്, സിമെന്റിന്റെ ബിസിനസ് ആയിരുന്നു, ഹോൾസെയിൽ ഡീലറായിരുന്നു. അവരുടെ പിതാവ് പൊടുന്നനെ മരിച്ചുപോയി, ഒറ്റ ദിവസം കൊണ്ട് മരിച്ചുപോയി. ഹോൾസെയിൽ ഡീലർ ആയതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കൊണ്ട് പോയി പുറത്ത് കിടക്കുക. അപ്പന്റെ ലിസ്റ്റ് നോക്കി എല്ലാവരുടെയും അടുക്ക ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ കൊടുത്തായിരുന്നു, കഴിഞ്ഞ ആഴ്ച കൊടുത്തായിരുന്നു, അതിനു മുമ്പ് കൊടുത്തായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ഒറ്റയടിക്കങ്ങ് പോയി. ബിസിനസ് നഷ്ടത്തിലായി. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത വന്നു കയറി. ബിസിനസ്സുകാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജാമ്യം നിന്നു. ജാമ്യം നിന്നവരൊന്നും ജാമ്യം നിന്ന് എടുത്തത് തിരിച്ചടച്ചില്ല. ഒടുവിൽ അതെല്ലാം ജാമ്യം നിന്നവരുടെ പേരിൽ വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ദിവസങ്ങൾക്കുള്ളിൽ തലയിൽ വന്നു കയറി. അങ്ങനെ ഇരിക്കെ ഈ സഹോദരൻ, സ്തോത്രം, ഈ മരിച്ചുപോയ അച്ചാന്റെ മകൻ ഒരു കടയിൽ കയറി മുട്ടപ്പപ്സ് കഴിച്ചു. മുട്ടപ്പപ്സ്, അതിൽ മുട്ട ചീത്തയായിരുന്നു, ഇൻഫെക്ഷൻ ഉണ്ടായി. 3 പേരാ മുട്ട കഴിച്ചത്. മിനിറ്റുകൾക്കുള്ളിൽ 3 പേരും ഹോസ്പിറ്റലായി. അതിൽ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ കയറി 10 ദിവസം കോമയിൽ പോയി. ഹല്ലേലൂയ. 10 ദിവസം കോമയിൽ നിന്ന് ഉണരുമ്പോൾ കിഡ്നി ഒന്ന് വീക്കായി പോയി.
ഡോക്ടർ പറഞ്ഞു കിഡ്നി ഒന്ന് എടുത്തു കളഞ്ഞേ പറ്റൂ. അങ്ങനെ ഒരു കിഡ്നി റിമൂവ് ചെയ്തു. ലക്ഷങ്ങളുടെ ബാധ്യത. ഒരു കിഡ്നി റിമൂവ് ചെയ്തു. ആ സമയത്ത് മൂത്ത കുഞ്ഞിന് ലിവറിനൊരു പ്രോബ്ലം ഉണ്ടായി. 35 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ചെലവായി. ഒടുവിൽ കൊച്ചു മരിച്ചുപോയി. ഹല്ലേലൂയ. ഏറ്റവും ഇളയ ഒരു കുഞ്ഞ്, സ്തോത്രം, 23 വയസ്സുണ്ട്, എഴുന്നേൽക്കില്ല. 23-കാരിക്ക് 18 കിലോ തൂക്കം, മുട്ട് ഒട്ടിയിരിക്കുകയാണ്, കാല് രണ്ടും നിവരില്ല. 18 കിലോ തൂക്കം. ഒരു കുടുംബത്തിന്റെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ സാത്താന്യ മണ്ഡലങ്ങൾ കേറി തകർത്ത് തരിപ്പണമാക്കിയ കുടുംബങ്ങൾ എത്രയാണ്. ഇതുപോലെയുള്ള എത്ര സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറയാം, സാത്താന്യ മണ്ഡലങ്ങൾ ഇതുപോലെ കൊടികുത്തി വാഴുന്ന കുടുംബാന്തരീക്ഷത്തിനകത്ത് ഇന്ന് രാത്രി രക്ഷപ്പെടാൻ ആ തീർത്ഥയാത്രകളും ദാനധർമ്മങ്ങളുമല്ല സുഹൃത്തെ ഏറ്റവും മികച്ച കാര്യം. അതിലൊരൊറ്റ കാര്യമാണ്, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനനായി, രാജാവായി സ്വീകരിക്കേ. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ഉടമസ്ഥനായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭരണം നടത്തുന്നവൻ. ഈ സാത്താന്യ മണ്ഡലങ്ങൾ ഭരണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഗദരേന്യരുടെ ദേശത്തെ ഭൂതഗ്രസ്തന്റെ അകത്ത് 6000 യജമാനന്മാരായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. 18 വർഷം കൂനിയായ സ്ത്രീ. എൻ്റെ ചിന്തയിൽ അവിടുത്തെ അലോപ്പതിയും ആയുർവേദവും ഒക്കെ മാറി മാറി പരിശ്രമിച്ചു നോക്കി. ചിലര് പറഞ്ഞു L2-വിന്റെ പ്രശ്നമാണ്, ചിലര് പറഞ്ഞു L3-യുടെ പ്രശ്നമാണ്. L2-ഉം L3 ഒക്കെ നോക്കി 18 വർഷം പോയി. കൊച്ചമ്മ റാ പോലെ വളഞ്ഞു പള്ളിക്കകത്ത് നിൽക്കുക. പക്ഷെ യേശു അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, ഇവളെ സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ദൈവദാസൻ എന്നുള്ള നില നിങ്ങളോട് പറയാം, ഡോക്ടറുടെ സ്റ്റെത്തിനും MRI സ്കാനിങ് മിഷനുകൾക്കും ലാബ് പരീക്ഷണങ്ങൾക്കും മനസ്സിലാകാത്ത ഒരു പ്രശ്നം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അതിന് ഞാൻ പേര് പറയും, അതൊരു സാത്താന്യ ഇടപാടാ. അവിടെ ഏതോ ഒരു സാത്താന്യ മണ്ഡലം അധികാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അവിടേക്ക് നിങ്ങൾ യേശുവിനെ ഇൻവൈറ്റ് ചെയ്താൽ, യേശു നിങ്ങളുടെ യജമാനനായാൽ, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ചിലതിന് പരിഹാരം സംഭവിക്കാൻ തുടങ്ങിയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് ഈ രാത്രി ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. 12 വർഷം രക്തസ്രവക്കാരിയായ സ്ത്രീ നാട്ടിലുള്ള മുഴുവൻ ഗൈനക് ഡിപ്പാർട്ട്മെന്റിലും കയറി ഇറങ്ങിയിട്ടും ഒരു സൗഖ്യമില്ല. അവൾ യേശുവിന്റെ അടുക്കൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, ശക്തി പുറപ്പെട്ടു. യേശു പറഞ്ഞു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാകുക. രോഗം മാറി സൗഖ്യമാകാനല്ല പറഞ്ഞു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാകുക. ബാധയാണ്, രോഗമല്ല. ഊമനും ചെകിടനുമായ ഒരു ചെറുപ്പക്കാരന് അപ്പൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോ ആമേൻ, അവന്റെ നാക്കിന് ഒരു കെട്ടുണ്ട്. ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യാനല്ല പറഞ്ഞത്. ഊമനും ചെകിടനുമായ ആത്മാവേ, നിർവചിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികളുടെ അകത്ത് നിന്റെ കുടുംബം അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ ആമേൻ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാത്താന്യ വ്യാപാരമുണ്ട്. അതിനെ പൊളിക്കാൻ കൃപാവരപ്രാപ്തന്മാരുടെ അടുക്കൽ നടന്നാൽ പോരാ. ഇന്ന് രാത്രി വ്യക്തിപരമായി യേശുവിനെ ഇൻവൈറ്റ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശു നമ്മുടെ അകത്ത് ഭരിക്കാനായിട്ട് വരുന്നതാണ്. യേശുവിനെ ഉടമസ്ഥനായി, യജമാനനായി, അധികാരിയായി, കർത്താവായി ഹൃദയത്തിൽ റിസീവ് ചെയ്യുന്നത് മുതലാണ് യേശു ഭരിക്കാനായി നമ്മുടെ അടുക്കൽ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഐഹികമായ രാജ്യമല്ല. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അകത്ത് യജമാനനായി, ഉടമസ്ഥനായി, രാജാവായി ഭരിക്കാൻ വരുന്ന ആ രാജ്യം സമീപിച്ചിരിക്കുന്നു. അതിലേക്കുള്ള പ്രവേശനത്തിന്റെ മിനിമം യോഗ്യത
ബൈബിൾ പറയുന്നു സഹോദരങ്ങളെ, അത് മാനസാന്തരമാണ്. ദൈവരാജ്യം ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ലഭ്യമാകുന്നതല്ല. ദൈവരാജ്യം മാനസാന്തരപ്പെടുന്നത് കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്നതാണ്. മാനസാന്തരപ്പെടാത്ത ഒരൊറ്റ മനുഷ്യനും ദൈവരാജ്യത്തിൽ പ്രവേശനം ഇല്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിന്റെ തൊട്ടടുത്ത് ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. ഞാൻ ഈ സാധാരണ അവിടുത്തെ പാട്ടുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. രാവിലെ തയ്യാറാകുന്ന സമയത്ത് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അതിൽ അവിടുത്തെ ശുശ്രൂഷകളിൽ തുടർമാനം പാടുന്ന ഒരു പാട്ടുണ്ട്. കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളണമേ നല്ല ഓർമ്മ, നിന്റെ മഹത്വം ഉദിക്കുന്നാൾ നിൽക്കണം അവർ വലഭാഗത്തായി. എനിക്കത് പാടാൻ അറിയാം, പാടുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പാട്ട് നല്ലതാണ്, ലിറ്റർജി സൂപ്പറാണ്. നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചവർക്ക് അരുളണമേ നല്ല ഓർമ്മ. ഭക്തനായിട്ട് മരിക്കണം. ഭക്തനായിട്ട് മരിച്ചാൽ നല്ല ഓർമ്മയുണ്ട്. ഭക്തനായിട്ട് മരിക്കുന്നത് എങ്ങനെയാണ്? മരിച്ചു കഴിയുമ്പോൾ വെള്ളത്തുണി പുതപ്പിച്ചിട്ട് ഭക്തനാണെന്ന് പറയുന്നതാണോ? അല്ലെന്നേ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ധനവാന്റെ വീട്ടിൽ നമ്മളൊക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം പറഞ്ഞേനെ പുള്ളിയെ. ഞങ്ങളുടെ ചർച്ച വെച്ച് തന്നത് ക്രിയ കർത്താവിന്റെ ദാസനാണ്, സ്വർഗത്തിൽ ചെന്ന് കാണാമെന്നൊക്കെ ധനവാന്റെ വീട്ടിൽ നമ്മളുണ്ടായിരുന്ന അനുശോചനത്തിൽ പറഞ്ഞേന്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. മരിച്ചു കഴിഞ്ഞിട്ട് ഭക്തനാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല. ഭക്തനായി മരിക്കണമെങ്കിൽ ഭക്തനായിട്ട് ജീവിക്കണം. ഭക്തനായി ജീവിക്കുന്നവന് മാത്രമേ ഭക്തനായി മരിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഭക്തനായി മരിക്കുന്നവനാണ് മഹത്വം ഉദിക്കുമ്പോൾ നല്ല ഓർമ്മയുണ്ടാകുന്നത്. അല്ലാത്ത ഒരാൾക്ക് നല്ല ഓർമ്മയുണ്ടാകത്തില്ല. അതുകൊണ്ട് പറയുന്നത്, കുഞ്ഞെ, യേശുവിനെ നിന്റെ ജീവിതത്തിൽ കർത്താവായി, യജമാനനായി, ഉടമസ്ഥനായി, രാജാവായി നീ സ്വീകരിക്കണം. അതിനൊരു ചെലവുമില്ല കേട്ടോ. ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അവിടെ മുതൽ കാര്യം മാറും. യേശു നിങ്ങളുടെ അകത്തേക്ക് വരും. അവിടെയാണ് ദൈവരാജ്യം നിങ്ങളുടെ അകത്ത് സ്ഥാപിതമാകുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. ഇപ്പൊ മാനസാന്തരത്തിന്റെ ആവശ്യകത പുതിയ നിയമത്തിൽ എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ പ്രവേശനത്തിന് മാനസാന്തരം ഉണ്ടായേ പറ്റും. ഹല്ലേലൂയ. കർത്താവിന്റെ പഠിപ്പിക്കലിൽ അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയും. എന്റെ പ്രിയരെ, മാനസാന്തരം പറയാത്ത പ്രസംഗം വാസ്തവത്തിൽ സുവിശേഷ പ്രസംഗമല്ല. വേറെ എന്തെല്ലാം പറഞ്ഞാലും സുവിശേഷ പ്രസംഗത്തിൽ മാനസാന്തരം ഉണ്ടായിരിക്കണം. ഞാനത് തെളിയിക്കാം. ലൂക്കോസ് 24:47 അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. എല്ലായിടത്തും പ്രസംഗിക്കണം. എന്നാ പ്രസംഗിക്കണം? മാനസാന്തരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ മാനസാന്തരം പ്രസംഗിക്കാത്ത കൺവെൻഷൻ അല്ല. ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കപ്പെടേണ്ട കാര്യമാണ്. മത്തായി സുവിശേഷം 11:20 മാനസാന്തരമില്ലായ്മ കർത്താവ് ശാസിച്ച ഒരു കാര്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി. ഖോരസീനെ, നിനക്ക് ഹാ കഷ്ടം. ബേത്സയിദയെ, നിനക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. വീര്യപ്രവർത്തികൾ നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ ശാസിച്ചു. അപ്പൊ വീര്യപ്രവർത്തി എന്തിനാണ്? മാനസാന്തരത്തിന്. രോഗസൗഖ്യം കിട്ടിയിട്ടുള്ളവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തിക്കുക. രോഗസൗഖ്യം കിട്ടിയിട്ടുള്ള സ്തോത്രം. ചിലർക്കൊക്കെ രോഗസൗഖ്യമേ കിട്ടിയിട്ടില്ല. കോവിഡാനന്തര കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് അത് പറയാനേ പറ്റില്ല. നമ്മളെല്ലാം രോഗസൗഖ്യം കിട്ടിയവരാ. അയ്യോ സ്തോത്രം. ചത്തുപോകുമെന്ന് ചിന്തിച്ച എത്രയോ ഇടങ്ങളുണ്ടല്ലേ. ആമേൻ. മാനസാന്തരം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യം കിട്ടിയവർക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം. അവിടെ നമ്മൾ വായിക്കുന്നു, തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു. അപ്പോ വീര്യപ്രവർത്തി കർത്താവ് ചെയ്തത്
താൻ ഒരു മിറക്കിൾ വർക്കർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല. അത് പ്രാപിക്കുന്നവന് മാനസാന്തരം ഉണ്ടാകണമെന്ന് ഓർത്ത. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ഒരു പാസ്റ്ററുണ്ട്, ഒരു സീനിയർ പാസ്റ്റർ, പാസ്റ്റർ KV ജോയിക്കുട്ടി. ഇവിടെ ഇരിക്കുന്ന ചിലർക്കറിയാമായിരിക്കും. KV ജോയിക്കുട്ടി പാസ്റ്ററുടെ അമ്മാമ്മയുടെ തലയിൽ ഒരു തേങ്ങ വീണു, തലയൊട്ടി പൊട്ടി. ആ തലയൊട്ടി സർജറി ചെയ്തു. ഈ മണിക്കൂറുകൾ നീണ്ട സർജറിയാണ്. ഈ തലച്ചോറിന് നീരുണ്ടായി. അപ്പൊ ഈ തലയുടെ ഒരു ഭാഗം വെട്ടിയെടുത്താണ് അവർ സർജറി ചെയ്തത്. സ്തോത്രം. എന്നിട്ട് ഈ അസ്ഥിയുടെ ഈ ഭാഗം അവർക്ക് ആ തലയിൽ വെക്കാൻ പറ്റിയില്ല, കാരണം നീർക്കെട്ടാണ്, അവർക്ക് വെക്കാൻ പറ്റിയില്ല. അതിന് അവരെന്ത് ചെയ്തെന്നറിയാമോ? ഈ തലയൊട്ടിയുടെ പാർട്ട് വയറിനകത്ത് വെച്ചു. സ്തോത്രം. 6 മാസം അങ്ങനെ പോയി. ആ സ്കിന്നിട്ട് സ്റ്റിച്ച് ചെയ്തു. ആ സ്കള്ളില്ല അവിടെ. സ്തോത്രം. ആ സർജറി ചെയ്ത ഇടത്ത് അതിനൊരു പ്രത്യേക കണക്കുണ്ട്. ഞാനത് മറന്നുപോയി. എന്നോട് കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് ആ ഒരു പ്രത്യേക അളവിലാണ് അവർ കട്ട് ചെയ്തെടുത്തത്. അത് വയറിനകത്ത് വെച്ചുകൊണ്ട് നടന്ന 6 മാസം. സ്തോത്രം. പിന്നീട് സർജറി ചെയ്തത്. ഞാൻ പറഞ്ഞത്, കിടക്കയിൽ കിടന്നു പോകുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ജോയിക്കുട്ടി പാസ്റ്ററും ആൻറ്റിയും ഞങ്ങളുടെ ചർച്ചയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചയിൽ ആരാധന നടത്തിയത് അവരാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് എത്രയോ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. എത്രയോ അത്ഭുതകരമായ സൗഖ്യങ്ങൾ. ക്യാൻസർ 4th സ്റ്റേജിൽ എത്തിയിട്ട് 3 മാസത്തെ അവധി പറഞ്ഞ് വീട്ടിൽ വിട്ട എത്രയോ പേര് ആമേൻ ഇപ്പോ 10 വർഷം കഴിഞ്ഞിട്ടും ജീവനോടെയുണ്ട്. രോഗസൗഖ്യങ്ങളുടെ ദൈവമാണ് ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ജഹോവ റാഫ. ഹല്ലേലൂയ. അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇന്ന് രാത്രിയിലും കർത്താവ് സൗഖ്യം തരും. പക്ഷെ സൗഖ്യം തരുന്നത് കുറച്ച് നാൾ കൂടെ ജീവിക്കാനല്ല, ഈ വചനമനുസരിച്ച് നമുക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. ചെറുതും വലുതുമായ രോഗസൗഖ്യങ്ങൾ അനുഭവിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിച്ച വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, മാനസാന്തരങ്ങൾ നമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു യഥാസ്ഥാപനം, ഒരു മടങ്ങി വരവ് നമുക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയ കാര്യമാണ്. നമുക്ക് ആരോഗ്യമുള്ള ശരീരമുള്ളത് വലിയ കാര്യമാണ്. കഴിഞ്ഞിടയ്ക്ക് എന്നെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സ്തോത്രം, ആ സഹോദരിക്ക് 3 മക്കളാണ്, 3 പെൺമക്കൾ. ഭർത്താവിന് ലിവർ സിറോസിസ് ആണ്. അത് ഭയങ്കര സിവിയറാണ്. കൂടാതെ അദ്ദേഹത്തിന് കഴുത്ത് മുതൽ ഉദരം വരെ സ്റ്റെൻഡ് ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 3 പെൺമക്കൾ. അതിൽ മൂത്തയാൾക്ക് തലച്ചോറിൽ ഒരു തടിപ്പുണ്ട്, ക്യാൻസറസ് ആണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ആൾക്ക് ആമേൻ അന്നനാളത്തിൽ ഒരു തടിപ്പുണ്ട്, അതും ക്യാൻസറസ് ആണ്. മൂന്നാമതൊരു പെൺകുട്ടിയുണ്ട്, ആക്സിഡന്റ് ഉണ്ടായി കാല് മുഴുവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അവർ പറഞ്ഞു, പാസ്റ്റർ നട്ടലിന് പ്രശ്നമാണ്. ഞങ്ങളുടെ വീട്ടിൽ 5 പേരും മരുന്ന് കഴിക്കുന്നവരാണ്. സ്തോത്രം. 5 പേരും മരുന്ന് കഴിക്കുന്നവരാണ്. ഞാൻ ചോദിച്ചു, വേറെ ആരുണ്ട്? പപ്പ ഉണ്ടായിരുന്നു, ക്യാൻസറായിട്ട് മരിച്ചുപോയി. മറ്റേ ആരുണ്ട്? എൻ്റെ ആങ്ങളയുണ്ട് പാസ്റ്റർ, പുള്ളിക്കും ക്യാൻസറാണ്. ഒരു വീടിൻ്റെ ദുരന്തം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യർ ഈ മണ്ണിലുണ്ട്. ഹല്ലേലൂയ. അവരുടെ നടുവിലാണ് ഹല്ലേലൂയ നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഇത് നമ്മുടെ കഴിവ് കൊണ്ടും ആരോഗ്യശീലങ്ങൾ കൊണ്ടൊന്നുമല്ല. ആമേൻ. എന്തോ ആമേൻ ദൈവം തന്ന ഒരു കരുണ കൊണ്ട് നമ്മൾ അങ്ങ് ജീവിച്ചു പോകുക. ഓരോ ദിവസവും ആമേൻ കിടക്ക വിട്ട് ആരോഗ്യത്തോടെ ഉണരുമ്പോ നിങ്ങൾ അറിയണം, ഒരു പുതിയ ദിവസം തന്നത് കുറച്ച് കഞ്ഞിയും കപ്പയും കൂടെ കഴിക്കാനല്ല, ഒരു മാനസാന്തരം ഉണ്ടാകുമെന്ന് ഓർത്തിട്ടാണ്. ഹല്ലേലൂയ. കോരസീന് നിനക്ക് ഹാ കഷ്ടം, ബേത്സയിദയെ നിനക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. ഹല്ലേലൂയ.
കർത്താവ് ചെയ്യുന്ന ഓരോ മിറക്കിളുകളുടെയും ഉദ്ദേശം മാനസാന്തരമാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, കർത്താവിന്റെ പ്രഥമ ആഗമനോദ്ദേശം തന്നെ മാനസാന്തരം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ബൈബിൾ അങ്ങനെ പറയുന്നു. ലൂക്കോസ് 5:32, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്രയേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ കുറെ നീതിമാന്മാരെ വിളിക്കാൻ വന്നതല്ല, ഞാൻ പാപികളെ വിളിക്കാൻ വന്നത്. അതാ പറഞ്ഞു, അവിടുത്തെ ആഗമനോദ്ദേശം മാനസാന്തരം ആണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ ലൂക്കോസ് 15 കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിന്റെ സന്തോഷം ഒരുവന്റെ മാനസാന്തരമാണ്. ഹല്ലേലൂയ. ദൂതന്മാരുടെ സന്തോഷം ഒരുവന്റെ മാനസാന്തരമാണ്. ലൂക്കോസ് 15:10. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിന്റെ സന്തോഷം മുഴുവൻ ഈ മാനസാന്തരമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, റെജിപ്പാസ്റ്റ് എത്ര ഭംഗിയായി മാനസാന്തരം വിവരിച്ചാലും മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം നന്നായി ഒരുക്കിയാലും, നല്ല ക്വയറിനെ വിളിച്ചു നിർത്തി പാടിച്ചാലും, എത്ര നന്നായി പ്രസംഗിച്ചാലും മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടരുണ്ട്. അവരോട് ഇന്ന് രാത്രി കർത്താവിന് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. അത് റോമാലേഖനത്തിൽ നിന്ന്, അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നുവോ? ഇന്ന് രാത്രി ഇത്രയും പറഞ്ഞിട്ടും പെന്തക്കോസ്തുകാരുടെ നമ്പരാ ഇതൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന കൊച്ചമ്മേ, ഇന്ന് രാത്രി നിങ്ങളോടൊരു ചോദ്യമുണ്ട്. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ, ദൈവം നിന്നെ തിരിച്ചു പിടിക്കാനാണ് ഈ ദൂത് പറയുന്നതെന്നറിയാതെ, ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നുവോ? ഇന്ന് രാത്രി നിരസനമല്ല, ഈ രാത്രി മാനസാന്തരമാണ് ആവശ്യം. പാപത്തോട്, പാപപ്രകൃതങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞ് മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞു വരിക. ഇതാണ് ഈ രാത്രി കർത്താവ് ആവശ്യപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെടാൻ കഴിയണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും മാനസാന്തരപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാൻ അവസരം ഉണ്ടാകുമ്പോൾ മാനസാന്തരപ്പെടണം. ഈ പ്രസംഗം തുടങ്ങിയതിന് ശേഷം 2 പ്രാവശ്യം മഴ വന്ന് പെയ്തു പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ഹല്ലേലൂയ, ഈ ദൂത് ഇവിടെ പുറപ്പെടുന്നതും ഈ മഴ മാറുന്നതും നിങ്ങൾ ഈ ദൂത് കേൾക്കാൻ തന്നെയാണ്. വേറൊരു കാര്യം ഇതിന്റെ പിന്നിലില്ല. ഇതിവിടെ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കാരണം ചിലർ ഇന്ന് രാത്രി മടങ്ങി വരാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്കുള്ള സമയമാണ്. നമ്മൾ വായിക്കുന്നില്ലേ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇന്ന് രാത്രി മടങ്ങി വരാൻ ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്ന സമയമായത്. എന്നിട്ടും മടങ്ങി വരാൻ, മാനസാന്തരത്തിലേക്ക് വരാൻ, ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും കഴിഞ്ഞു എന്ന് വരത്തില്ല. എബ്രായ ലേഖനം 12:17 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. മോളെ അതൊന്ന് വായിക്കണേ. കാരണം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഇതൊക്കെ എഴുതിയിട്ടുള്ളതാണോ എന്നൊരു സംശയം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എബ്രായ ലേഖനം 12:17 അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടി വായിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ യോഗങ്ങൾക്ക് ബൈബിൾ കൊണ്ട് വരത്തില്ല, വന്ന തുറക്കുകയില്ല, തുറക്കേണ്ട തുറക്കത്തില്ല, അതൊക്കെ നമ്മുടെ ഒരു ശീല. സ്തോത്രം. അതുകൊണ്ടൊന്ന് വായിച്ച് കേട്ടേക്കാം. എബ്രായർ 12:17. അവൻ പിന്നത്തേതിൽ
അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോട് കൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ തന്ന ബൈബിളാണോ? അല്ലല്ലോ. ഞാൻ കൊടുത്ത ബൈബിളൊന്നുമല്ല. നിങ്ങളുടെ എല്ലാവരുടെയും ബൈബിൾ ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. പിന്നത്തേതിൽ മാനസാന്തരത്തിനായിട്ട് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചു, പക്ഷേ മാനസാന്തരത്തിന് ഇട കണ്ടില്ല, തള്ളപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞു, ചിലപ്പോ ആഗ്രഹിച്ചാൽ പോലും നടന്നു എന്ന് വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്യം മാത്രമല്ല കേട്ടോ, ഒരു വാക്യം കൂടെ വായിച്ചുതരാം. എബ്രായ ലേഖനത്തിൽ തന്നെ 6-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 6-ാമത്തെ വാക്യം. പിന്നീട് ചിലപ്പോ ആഗ്രഹിച്ചാൽ നടക്കത്തില്ലേ, ഇപ്പോ ഇതാ സമയം. വായിച്ചു. 6 തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ യുവാവേ, നീ അതിനായി സറണ്ടർ ആകണം. ഞാൻ പറയും, ഒരു ദോഷം വരത്തില്ല. ബൈബിളിൽ ചോദിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ചോദ്യമുണ്ട്, നീതിമാനായി മുടിഞ്ഞുപോയവൻ ആരുള്ളൂ? രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ ചാലഞ്ച് ചെയ്ത് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് വല്ല ദോഷം ഉണ്ടായോ? മിണ്ടുന്നില്ല, പറ. ഇല്ല. രക്ഷിക്കപ്പെട്ടിറങ്ങിയപ്പോ നിന്റെ പെൺപിള്ളാരെയും കൊണ്ട് നീ എന്തോ ചെയ്യടാ? നീ ചിരട്ടയെടുത്ത് തെണ്ടുന്നത് ഞങ്ങൾ കാണുമടാ എന്ന് പറഞ്ഞ നമ്മുടെ വീട്ടിലെ കുറച്ച് മൂത്ത അച്ചാച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. തെണ്ടിയോ? പറ. ആ പറഞ്ഞവരെക്കാളൊക്കെ ശ്രേഷ്ഠമായി അങ്ങനെയുള്ളവരുടെ തലമുറകളെ വിവാഹം കഴിപ്പിച്ചതല്ലാതെ ഒരു കുറവും വന്നില്ല. സ്വതന്ത്രം. അത് ദൈവത്തിന്റെ വിശ്വസ്തത, മിടുക്ക് കൊണ്ടും മികവ് കൊണ്ടും ഒന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഈ വേദി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യമായിട്ട് പറയാം, റെജി എന്ന എനിക്ക് ഒരുപാട് കഴിവുള്ളത് കൊണ്ടല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ആമേൻ. ഒത്തിരി മിടുക്കുള്ളത് കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, എന്നെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങളെ മാറ്റാനും ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി വാ, യേശുവിങ്കലേക്ക് വാ. ഹല്ലേലൂയ, യേശുവിങ്കലേക്ക് വാ. ഈ പണ്ട് നമ്മുടെ കൺവെൻഷനുകളുടെ ഓൾട്ടർ കോളിലൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പാട്ടൊന്നും ഇല്ല. പണ്ടത്തെ നമ്മുടെ കൺവെൻഷൻ സ്റ്റൈലിലുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. ഒന്നുകൂടെ പാടിക്കേ. വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. ഈ രാത്രി കർത്താവ് വിളിക്കുക, വാ യേശുവിങ്കലേക്ക് വാ. ഹല്ലേലൂയ. ഹൃദയത്തിൽ കർത്താവിന് ഇടം കൊടുക്ക്. മാനസാന്തരത്തിലേക്ക് ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ക്ഷണിക്കുന്നു. വരിക എന്ന് ആത്മാവ് പറയുന്നു, വരിക എന്ന് മണവാട്ടി പറയുന്നു. ദാഹിക്കുന്നവൻ വരട്ടെ, വരിക. Glory to God. എന്റെ പ്രിയരെ, യേശു ക്രിസ്തുവിന്റെ വരവിന്റെ കാലതാമസങ്ങൾ പോലും മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് എന്നേ വരേണ്ടത്, പക്ഷെ വരാത്തത് എന്നാന്നറിയോ? നമ്മൾ മാനസാന്തരപ്പെടാൻ വേണ്ടി. 2 പത്രോസ് ലേഖനം 3:9 വായിക്കുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അവിടുത്തെ വരവിന്റെ കാലതാമസം നമ്മുടെ മാനസാന്തരമാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, 20 വർഷം മുൻപ് കർത്താവ് വന്നിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പോകുമായിരുന്നു? 10 വർഷം മുമ്പ് കർത്താവ് വന്നിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പോകുമായിരുന്നു?
അവിടുന്ന് വരാൻ താമസിച്ചത് കൊണ്ടാണ് നമ്മൾ കർത്താവിങ്കിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഈ സ്ഥലത്ത് ഒട്ടനവധി ആളുകൾ ഇനിയും വരാനുണ്ടെന്ന്, അതുകൊണ്ടാണ് ചിലർ താമസമെന്ന് വിചാരിക്കുന്നു. എങ്കിലും കർത്താവ് വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ചിലരൂടെ മാനസാന്തരപ്പെടുവാൻ അവിടെ നിശ്ചയിക്കുക. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ, വന്നരകമതിൽ തന്നു നിൻ കൃപദാനം ഇന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപദാനം ഇന്നും ജീവിച്ചിടുവാൻ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ, വന്നരകമതിൽ. അന്ന് നെഞ്ച് നടുവേ വെട്ടിക്കീറി സർജറി ചെയ്ത് ഐസിയുവിൽ കിടന്ന ആ ദിവസം മരിച്ചു പോയിരുന്നെങ്കിൽ നരകത്തിൽ ചെന്നനെ. കേട്ടോ, മരിക്കാഞ്ഞത് കൊണ്ടാ ഇന്ന് ഈ ദൂത് കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ പാട്ടുകാരൻ പാടുന്നത്, അന്ന് മരിച്ചു പോയെങ്കിൽ കർത്താവിന്റെ വരവിന്റെ കാലതാമസം കൊണ്ട് നമുക്ക് കൃപയിലേക്ക് വരാൻ. സഭ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥന, ആമേൻ കർത്താവ് യേശുവേ വരണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. സഭയുടെ പ്രാർത്ഥന 46,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വമ്പൻ ബിൽഡിംഗ് അല്ല. സഭയുടെ പ്രാർത്ഥന യേശുവേ വരണമേ. ഇന്ന് രാത്രിയിലും ആശീർവാദം പറഞ്ഞ് ഇവിടെ നിർത്തുമ്പോൾ പറയാൻ പോകുന്ന വാക്ക്, ആമേൻ കർത്താവായ യേശുവേ വരണമേ. സഭയുടെ പ്രാരംഭകാലം തൊട്ട് ഇന്നു വരെ ഇത് പറഞ്ഞു വരികയായിരുന്നു. പക്ഷെ അവിടുന്ന് ഇന്നും വന്നിട്ടില്ല. ചിലരൂടെ മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്. ഇനി ആരെങ്കിലും പറയുക, നേരത്തെയൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന ആരെങ്കിലും പറയുക, സ്തോത്രം, ദേശത്തിനുള്ള ദൂത അച്ഛാ, നിങ്ങളോടും കൂടെ ഉള്ള ദൂത കേട്ടോ. ഞങ്ങൾ 20 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടത്, എന്നോടല്ല, പുതുതായിട്ട് അച്ഛാ നിങ്ങളോടുമുള്ളതാ. ഈ പ്രസംഗിക്കുന്ന എന്നോടുമുള്ളതാ. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കിൽ എടുക്കപ്പെടാൻ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന മിനിമം യോഗ്യത മാനസാന്തരമാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനായി കാണുകയും ചെയ്താൽ നിന്റെ നീലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഹല്ലേലൂയ. കേട്ടോ, ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനെ കാണുകയും ചെയ്താൽ, വെളിപ്പാട് 2:5, ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനെ കാണുകയും ചെയ്താൽ. 2005 എനിക്ക് എന്നെ മാനസാന്തരമായിരുന്നെന്നറിയാമോ? ഒന്നും നടക്കുകയല്ല സുഹൃത്തെ. ഇപ്പൊ വല്ല ഉണ്ടോ? ഇപ്പൊ കർത്താവ് വന്ന് പോകുമോ? ഇപ്പൊ ഉണ്ടോ? 2000 ഉണ്ടായിരുന്നു, നടക്കുകയല്ല. ഇപ്പൊ ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. മാനസാന്തരമുണ്ടെങ്കിൽ മാത്രമേ ഈ മണ്ണിൽ നിന്ന് നമുക്ക് എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ രാത്രി ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ ആളുകളും അറിയണം, നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. തുടക്ക ദിവസത്തിലല്ല, ഓരോ ദിവസവും, ഓരോ ദിവസവും, ഓരോ നിമിഷവും നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും?